ആൻഡ് വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ മക്കളെ, നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണ് വരുന്നത് അല്ലേ. സോ നിങ്ങൾ എല്ലാവരും എക്സാമിന് ഒരുപാട് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള എസ്സീസ് ആൻഡ് ഷോർട്ട് എസ്സീസിന്റെ ഒരു ചെറിയൊരു സെഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എസ്സേ ആൻഡ് ഷോർട്ട് എസ്സേ എന്നുള്ളത്. ഫസ്റ്റ് വൺ നോക്കിക്കോ, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഇത് നമ്മളോട് ഒരു 5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് ക്ലോസസ്. നമുക്കറിയാലോ, ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സോ ആ ഒരു 2 ഡോക്യുമെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ക്ലോസസ് നമുക്കറിയാം. അതിൽ നമ്മൾ ഒരു 3-4 ക്ലോസസ് പഠിക്കുന്നുണ്ട്. ആ ക്ലോസസും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പോവുക. അതും എഗെയിൻ നമുക്കൊരു 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സർവീസ് റെന്റേഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഡിഫറെന്റ് ഗ്രൂപ്പ്സിന് ഹോൾസെയിലേഴ്സ് റെൻഡർ ചെയ്യുന്ന കുറെ സർവീസസ് ഉണ്ട്. അതായത് സർവീസ് ഓഫ് ഹോൾസെയിലേഴ്സ് ടു കൺസ്യൂമേഴ്സ് ടു മാനുഫാക്ചറേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിക്കുന്നുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതും എഗെയിൻ ഒരു 5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡസ്ട്രി ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതായത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഡയഗ്രാം പഠിക്കുന്നുണ്ട്. ആ വലിയ ഡയഗ്രത്തിന്റെ ഒരു പോർഷൻ ആണ് ഇൻഡസ്ട്രീന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ. ഇൻഡസ്ട്രീനെ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെർഷ്യറി ഇൻഡസ്ട്രി ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. എഗെയിൻ അതിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് മക്കളെ. സോ അതെന്താണ്, അത് നമുക്കൊരു 5 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യണം, ആ ഒരു ഡയഗ്രാം മൊത്തത്തിൽ പഠിച്ചു വെക്കുക. അത് ഫുൾ ആയിട്ട് അല്ലെങ്കിലും കൂടി പാർട്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് ബിസിനസ് റിസ്ക് ആൻഡ് ഇറ്റ്സ് കോസസ്. ബിസിനസ് റിസ്ക് ആൻഡ് ഇറ്റ്സ് കോസസ് എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേ ആയിട്ട് അധികം ചോദിക്കാറില്ല. നമുക്ക് 4 മാർക്കിനാണ് അധികം ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. എന്നാൽ ചില സമയത്ത് 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ബിസിനസ് റിസ്ക് എന്താണ്, ബിസിനസ് റിസ്കിന്റെ കുറച്ച് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ കുറച്ച് കാരണങ്ങൾ കുറച്ച് ഹെഡിന്റെ അണ്ടറിൽ പഠിക്കുന്നുണ്ട്. ഹ്യൂമൻ കോഴ്സ്, എക്കണോമിക് കോഴ്സ്, നാച്ചുറൽ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. സോ അതെന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതായത് ഡിഫറെന്റ് ബിസിനസ് ഫോംസിൽ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇതൊക്കെ നമ്മളോട് ഒരു 5 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. നമ്മളൊരു 5 ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിക്കുന്നുണ്ട്. അതും എഗെയിൻസ്റ്റ് എല്ലായ്പ്പോഴും നമ്മളോട് 5 മാർക്കിനല്ല ചോദിക്കാറുള്ളത്, ചിലപ്പോഴൊക്കെ 4 മാർക്കിനും ചോദിക്കാറുണ്ട്. സോ എന്തായാലും ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിച്ചു വെക്കുക. പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതിലെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിന്റെ കണ്ടന്റ്സ്, അതൊക്കെ 5 മാർക്കിന് ചോദിക്കുന്നത് തന്നെയാണ്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമുക്ക് ഒരിക്കലും വിടാൻ പറ്റൂല. അതെന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഫോം ഓഫ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനി. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ 3ഉം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെയും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, അതായത് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ലിമിറ്റേഷൻസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകാതിരിക്കുക. ആ ഒരു ചാപ്റ്ററിൽ നിന്നും ആ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 5 മാർക്കിന് തന്നെയാണ് അത് ചോദിക്കാറുള്ളത്. അതായത് ഷോർട്ട് എസ്സേ ആയിട്ട് തന്നെയാണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും 5 മാർക്കിന് ചോദിക്കാറില്ല. അധികവും നമ്മളോട് 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. എന്നാൽ 5 മാർക്കിന് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ട് അത് ഈ ഒരു സെഷനിൽ മാം ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് സ്കോപ്പ് ഓഫ് ഇ ബിസിനസ് ഓർ ഇ ബിസിനസ് മോഡൽസ്. അതായത് സ്കോപ്പ് ഓഫ് ഇ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. B2B, B2C, C2C എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേര് ഇ ബിസിനസ് മോഡൽസ് എന്നാണ് എക്സാമിന് ചോദിക്കുക. സോ അതും നമ്മളോട് ഷോർട്ട് എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 5 മാർക്കിനോ അതല്ലെങ്കിൽ 4 മാർക്കിനോ ആണ് ചോദിക്കാറുള്ളത് കേട്ടോ. ഒന്നെങ്കിൽ 4 മാർക്കിനായിരിക്കും, ഇല്ലെങ്കിൽ 5 മാർക്കിനായിരിക്കും, എന്തായാലും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. അതില് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആയിട്ട് ആർഗ്യുമെന്റ്സ് പറയാറുണ്ട്. അതെന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എഗെയിൻ 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അതും എഗെയിൻ ഷോർട്ട് എസ്സേ ആയിട്ട് 5 മാർക്കിനാണ് അത് ചോദിക്കാറുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക.
പിന്നെ വരുന്നതാണ് പ്രൊമോട്ടർ ആരാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതെന്ത് ചെയ്യുക, ഒരു 5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഫണ്ട്. അതിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, അതുപോലെ തന്നെ ഡിബഞ്ചർ, ലീസ് ഫിനാൻസിങ്, പബ്ലിക് ഡിപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, അങ്ങനെ ഒരുപാട് അതിന്റെ വേരിയസ് സോഴ്സസ് എന്ന് പറഞ്ഞ് ഒരുപാട് പഠിക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്നെങ്കിൽ ഷോർട്ട് എസ്സേ 5 മാർക്കിന്, അതല്ലെങ്കിൽ എസ്സേ 8 മാർക്കിന് ചോദിക്കുന്നതാണ്. സോ ഏതൊക്കെയാണ് വേരിയസ് സോഴ്സസ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. അത് അഗെയിൻ നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്കിനാണ് ചോദിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന്റെ വേരിയസ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്. നമുക്കറിയാം 4 സ്റ്റെപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ 4 സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വെക്കാം. അതും 5 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. പിന്നെന്താണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSME എന്തൊക്കെയാണ് എന്നുള്ളതും എഗെയിൻ 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഇൻഷുറൻസ് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് നമ്മളോട് എഗെയിൻ 8 മാർക്കിനാണ് ചോദിക്കാറുള്ളത് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്, ഇത് രണ്ടും നമ്മളോട് മാറി മാറി 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈവിന്. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ലൈവിനൊക്കെ ജോയിൻ ചെയ്യണം. ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.